നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കും, ഒരു ചെറിയ പേപ്പർ കട്ടുകൊണ്ടുപോലും മരണം സംഭവിക്കുന്ന ഒരു കാലം. ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. നൂറ്റാണ്ടുകളോളം മനുഷ്യരെ വേട്ടയാടിയ ആ അദൃശ്യരായ കൊലയാളികളെ നമ്മൾ എങ്ങനെ കണ്ടെത്തിയെന്ന് നോക്കാം. ഇന്ന് നമുക്കിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയം തോന്നാം, അല്ലേ? പക്ഷേ രോഗാണുക്കൾ എന്ന ആശയമൊക്കെ വരുന്നതിനു മുൻപ് ഇതായിരുന്നു യാഥാർത്ഥ്യം. നിസ്സാരമെന്ന് തോന്നുന്ന മുറിവുകൾക്ക് പോലും ജീവനെടുക്കാൻ കഴിയുമായിരുന്നു. ഓപ്പറേഷനുകളോ, അതൊക്കെ ഒരു മരണവാറണ്ടി പോലെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. അദൃശ്യ കൊലയാളികളുടെ യുഗം. മാരകമായ പകർച്ചവ്യാധികൾ വന്ന് നാടുകളെ ഒന്നടങ്കമില്ലാതാക്കി. വലിയ സാമ്രാജ്യങ്ങൾ വരെ തകർന്നുപോയി. പക്ഷേ എന്തായിരുന്നു ഇതിന്റെയൊക്കെ കാരണം? ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. പണ്ട് വാരോയെയും കൊളുമല്ലയെയും പോലുള്ള ചില ചിന്തകർ അനിമാലിയ മിനുട്ട, അതായത് കുഞ്ഞൻ ജീവികൾ എന്നൊരു സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അതൊക്കെ വെറും ഊഹങ്ങളായി മാത്രം നിന്നു. പക്ഷേ 17-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ ആകെ മാറി. അതും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്തുനിന്ന്. ഒരു സാധാരണക്കാരന്റെ കൗതുകം ആ അദൃശ്യ ലോകത്തിലേക്കുള്ള വാതിൽ ആദ്യമായി തുറന്നു. ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലീവൻഹോക്ക് ഒരു ശാസ്ത്രജ്ഞനെ ആയിരുന്നില്ല. സ്വന്തമായി ലെൻസുകൾ ഉണ്ടാക്കി സൂക്ഷ്മദർശിനികൾ നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബി മാത്രമായിരുന്നു. ഒരു തുള്ളി മഴവെള്ളത്തിലും സ്വന്തം വായിലെ ഉമിനീരിലുമൊക്കെ അദ്ദേഹം ഒരു പുതിയ ലോകം തന്നെ കണ്ടെത്തി. ആ ചെറിയ ജന്തുക്കളെ കണ്ടുപിടിച്ചെങ്കിലും ആ കണ്ടെത്തലിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് പിന്നെയും 200 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോ നമ്മുടെ ഡിറ്റക്റ്റീവ് സ്റ്റോറി ശരിക്കും തുടങ്ങുന്നത് ഇവിടെയാണ്. ലീവൻഹോക്ക് കണ്ട ആ ചെറിയ ജീവികൾ എവിടുന്നാണ് വരുന്നത്? അവയാണോ ഈ രോഗങ്ങൾക്കെല്ലാം കാരണം? ഈ ചോദ്യങ്ങൾ വലിയൊരു ശാസ്ത്രീയ പോരാട്ടത്തിനാണ് തുടക്കമിട്ടത്. അന്നത്തെ ശാസ്ത്രലോകം ശരിക്കും രണ്ടായി തിരിഞ്ഞു. ഒരു ഭാഗത്ത് ചീഞ്ഞ ഇറച്ചിയിൽ പുഴുക്കർ തനിയെ ഉണ്ടാകുന്നതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് സൂക്ഷ്മാണുക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ. മറുഭാഗത്ത് അല്ല, ജീവനുള്ളവയ്ക്ക് മാത്രമേ പുതിയ ജീവനെ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് വാദിച്ചവർ. ഇതിൽ ആരായിരുന്നു ശരി? അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ കഥയിലെ ഹീറോ ലൂയി പാസ്റ്റർ വരുന്നത്. അദ്ദേഹം വളരെ ലളിതവും എന്നാൽ അതിബുദ്ധിപരവുമായ ഒരു പരീക്ഷണം നടത്തി. കഴുത്തു വളഞ്ഞ ഒരു ഫ്ലാസ്ക് ഉപയോഗിച്ച് വായുവിലുള്ള സൂക്ഷ്മാണുക്കൾ അകത്ത് കടക്കാതിരുന്നാൽ ഒന്നും കേടാവില്ലെന്നും ജീവൻ തനിയെ ഉണ്ടാകില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി തെളിയിച്ചു. കേസ് ക്ലോസ്ഡ്. അതായത് പാസ്റ്റർ ആ തർക്കം അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ശരിക്കും ഈ അദൃശ്യരായ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ നമുക്ക് തന്നു. അഴുകലിന് കാരണം സൂക്ഷ്മാണുക്കളാണെന്ന് കണ്ടെത്തിയതും വാക്സിൻ എന്ന ആശയം മുന്നോട്ടുവെച്ചതും അദ്ദേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും അദ്ദേഹത്തെ സൂക്ഷ്മജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. പാസ്റ്റർ കുറ്റവാളികളുടെ ഒരു സംഘം ഉണ്ടെന്ന് തെളിയിച്ചെങ്കിൽ നമ്മുടെ അടുത്ത ഡിറ്റക്റ്റീവ് ഓരോ കുറ്റവാളിയെയും പേരു ചൊല്ലി വിളിക്കാൻ പോവുകയായിരുന്നു. അദ്ദേഹമാണ് റോബർട്ട് കോക്ക്. പാസ്റ്റർ ഒരു കെമിസ്റ്റായിരുന്നെങ്കിൽ കോക്ക് ഒരു പക്കാ പ്രാക്ടിക്കൽ ഡോക്ടറായിരുന്നു. സൂക്ഷ്മാണുക്കൾ പ്രശ്നക്കാരാണെന്ന് പാസ്റ്റർ പറഞ്ഞു. പക്ഷെ ഒരു പ്രത്യേക രോഗത്തിന് കാരണം ഇന്ന സൂക്ഷ്മാണുവാണ് എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയും? ആ നിർണായകമായ തെളിവ് അതാണ് കോക്ക് കൊണ്ടുവന്നത്. ഇതൊരു വിപ്ലവമായിരുന്നു ശരിക്കും. ഒരു രോഗാണുവിനെ പിടികൂടാനുള്ള ഒരു 4 സ്റ്റെപ്പ് ഗൈഡ് പോലെയായിരുന്നു അത്. ഓരോ രോഗത്തിന്റെയും കുറ്റവാളിയെ സംശയത്തിനിടയില്ലാത്ത വിധം തിരിച്ചറിയാൻ ഈ നിയമങ്ങൾ സഹായിച്ചു. ഇത് വൈദ്യശാസ്ത്രത്തിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കമിട്ടു. കോക്കിന്റെ ഈ രീതി വന്നതോടെ പിന്നൊരു കണ്ടെത്തലുകളുടെ ഒരു സ്ഫോടനം തന്നെയായിരുന്നു. ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെ രോഗങ്ങളുടെ കാരണക്കാരായ ബാക്ടീരിയകളെയാണ് കണ്ടെത്തിയതെന്ന്. ആന്ത്രാക്സ്, ക്ഷയം, കോളറ, മനുഷ്യന്റെ പ്രധാന ശത്രുക്കളെയെല്ലാം ഒന്നൊന്നായി തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോ കുറ്റവാളികളെ കണ്ടെത്തി. ഇനി എന്ത്? ഈ അറിവ് വെച്ച് എങ്ങനെയാണ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയത്? അതാണ് അടുത്ത ഭാഗം. ഒന്നോർത്തു നോക്കൂ, ഓപ്പറേഷൻ കഴിഞ്ഞുള്ള മുറിവിൽ പഴുപ്പ് വരുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാർ കരുതിയിരുന്ന ഒരു കാലം. എന്നാൽ ജോസഫ് ലിസ്റ്റർ എന്ന സർജൻ പാസ്റ്ററുടെ കണ്ടെത്തലുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാർബോളിക് ആസിഡ് ഉപയോഗിച്ച് ഉപകരണങ്ങളും മുറിവുകളും വൃത്തിയാക്കിയപ്പോൾ മരണനിരക്ക് കുത്തനെ കുറഞ്ഞു. അതോടെ അദ്ദേഹം ആന്റിസെപ്റ്റിക് സർജറിയുടെ പിതാവായി മാറി. പുറമേയുള്ള അണുക്കളെ തടയാൻ പറ്റി. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞ ഒരു അണുവിനെ എങ്ങനെ കൊല്ലും? അതും നമ്മുടെ സ്വന്തം കോശങ്ങൾക്ക് ഒരു കേടുപാടും വരുത്താതെ. അതായിരുന്നു അടുത്ത വലിയ ചോദ്യം. ഈ വലിയ ചോദ്യത്തിനാണ്
പോൾ എർലീക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത്. അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെയൊന്നും തൊടാതെ രോഗാണുവിനെ മാത്രം തേടിപ്പിടിച്ച് നശിപ്പിക്കുന്ന ഒരു മാന്ത്രിക വെടിയുണ്ടയെക്കുറിച്ച്. അതൊരു വെറും സ്വപ്നമായിരുന്നില്ല. നൂറുകണക്കിന് പരീക്ഷണങ്ങൾക്ക് ശേഷം എർലിക്കും ടീമും അത് കണ്ടെത്തി. സാൽവർസാൻ, സിഫിലിസ് എന്ന ഭീകരമായ രോഗത്തിനെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായ മരുന്നായിരുന്നു അത്. അതോടെ കീമോതെറാപ്പി എന്ന പുതിയൊരു ചികിത്സാ ശാഖ തന്നെ പിറന്നു. അങ്ങനെ ബാക്ടീരിയകളെയും നമ്മൾ മെരുക്കി തുടങ്ങി. യുദ്ധം ജയിച്ചു എന്ന് കരുതിയപ്പോഴാണ് കഥയിൽ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഇതിലും നിഗൂഢമായ ഒരു പുതിയ ശത്രു. പാസ്ചറിന് പോലും പേവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയയെ കണ്ടെത്താനായില്ല. ബാക്ടീരിയയെ അരിച്ചുമാറ്റുന്ന ഫിൽറ്ററുകളിലൂടെ പോലും അപ്പുറം കടന്നുപോകുന്ന അതിനേക്കാൾ എത്രയോ ചെറിയ എന്തോ ഒന്നാണ് ചില രോഗങ്ങൾക്ക് കാരണമെന്ന് ശാസ്ത്രജ്ഞർക്ക് സംശയമായി. ഇവിടെ നോക്കൂ, ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങി പതിറ്റാണ്ടുകളെടുത്തു ആ പുതിയ ശത്രുവിനെ ഒന്ന് കാണാൻ പോലും. വൈറസ് എന്ന ആ പുതിയ കൊലയാളിയെ തിരിച്ചറിഞ്ഞതോടെ സൂക്ഷ്മജീവശാസ്ത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു. അപ്പോ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ കൺമുന്നിലുണ്ടായിട്ടും നമ്മൾ കാണാതിരുന്ന ഒരു ലോകത്തെയാണ് ഈ ശാസ്ത്രജ്ഞർ നമുക്ക് തുറന്നു തന്നത്. അപ്പോ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തില് ഇതുപോലെ ഏതൊക്കെ അദൃശ്യ ലോകങ്ങളായിരിക്കും നമ്മൾ കണ്ടെത്താനായി കാത്തിരിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ.